എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 T20 ലോകകപ്പിലെ ആവേശകരമായ മഹാപോരാട്ടത്തിൽ ഇന്ത്യയോട് 61 റൺസിന്റെ കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിനു പിന്നാലെ പാകിസ്ഥാനിലാകെ ഇപ്പോൾ വലിയ ഹാഹാകാരമാണ് മുഴങ്ങിക്കേൾക്കുന്നത്. കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യൻ ടീം പാകിസ്ഥാന്റെ അഹങ്കാരത്തിന്റെ മുനയൊടിച്ചപ്പോൾ ലാഹോർ മുതൽ കറാച്ചി വരെ ജനരോഷം ആളിക്കത്തുകയാണ്. ഹാർദിക് പാണ്ഡ്യ അവസാന വിക്കറ്റും വീഴ്ത്തി ഇന്ത്യയുടെ ഐതിഹാസിക വിജയം ഉറപ്പാക്കിയ ആ നിമിഷം മുതൽ പാകിസ്ഥാന്റെ ഓരോ തെരുവുകളിലും ടെലിവിഷനുകൾ തല്ലിത്തകർക്കുന്ന ശബ്ദമാണ് ഉയർന്നു കേൾക്കുന്നത്. പാക് ആരാധകരുടെ ദേഷ്യം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അതിരുവിട്ടിരിക്കുകയാണ്. സ്വന്തം വീടുകളിലെ വിലപിടിപ്പുള്ള LCD ടിവികൾ പോലും അവർ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് വടികൊണ്ട് അടിച്ചുടയ്ക്കുന്ന ഡസൻ കണക്കിന് വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇന്നലെ വരെ വലിയ വീരവാദം മുഴക്കിയിരുന്ന പല പാക് ആരാധകരും ഇന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കൈകൂപ്പി ഇന്ത്യയോട് മാപ്പ് അപേക്ഷിക്കുകയും ഞങ്ങളോട് പൊറുക്കണം, ഇനി ഒരിക്കലും ഇന്ത്യയെ തോൽപ്പിക്കാമെന്ന പകൽ കനാവ് ഞങ്ങൾ കാണില്ല എന്ന് കരഞ്ഞു പറയുകയുമാണ്. അമേരിക്കയെയും നമീബിയയെയും തകർത്ത് ലോകകപ്പ് ക്യാമ്പയിൻ ഗംഭീരമാക്കിയ ഇന്ത്യ പാകിസ്ഥാനെതിരെയുള്ള തങ്ങളുടെ മൂന്നാം മത്സരത്തിനായി ഇറങ്ങിയപ്പോൾ തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ തന്ത്രങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരുന്നു. അസുഖം മാറി തിരിച്ചെത്തിയ അഭിഷേക് ശർമ്മയെയും ഇഷാൻ കിഷനെയും ഓപ്പണർമാരായി ഇറക്കി സൂര്യകുമാർ പ്രഖ്യാപിച്ച ആ പ്ലേയിങ് 11 എതിരാളികളുടെ ഉറക്കം കെടുത്തുന്നതായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ ടോസ് നേടിയ പാക് നായകൻ സൽമാൻ അലി യാഖ ആദ്യം ബൌളിംഗ് തിരഞ്ഞെടുത്തുവെങ്കിലും ആ തീരുമാനം അവർക്ക് തന്നെ വലിയ കുരുക്കായി മാറുകയായിരുന്നു. പാക് ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ പിച്ച് ചീന്തിയ ഇഷാൻ കിഷൻ വരും 40 പന്തുകളിൽ നിന്ന് 77 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഇഷാന്റെ ബാറ്റിൽ നിന്ന് പിറന്ന 10 കൂറ്റൻ ഫോറുകളും 3 പടുകൂറ്റൻ സിക്സറുകളും ഷഹീൻ അഫ്രീദിയുടെയും ഹാരിസ് റൌഫിന്റെയും കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ടാകും. ഒപ്പം തിലക് വർമ്മയുടെ 25 റൺസും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ 32 റൺസും കൂടിയായപ്പോൾ ഇന്ത്യ 175 റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് കുതിച്ചെത്തി. ഈ ലക്ഷ്യം എളുപ്പം മറികടക്കാമെന്ന് വ്യാമോഹിച്ച പാകിസ്ഥാന് പക്ഷേ വരാനിരിക്കുന്ന ഇന്ത്യൻ ബൌളിംഗ് കൊടുങ്കാറ്റിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാന് ആദ്യ ഓവറിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ നൽകിയ പ്രഹരം വളരെ വലുതായിരുന്നു. സാഹിബ്സാദ ഫർഹാൻ അക്കൗണ്ട് തുറക്കുന്നതിന് മുൻപേ തന്നെ പവലിയനിലേക്ക് മടങ്ങി. പിന്നീട് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബൌളർ ജസ്പ്രീത് ബുംറയുടെ മാന്ത്രികതയാണ് കൊളംബോ കണ്ടത്. തന്റെ ഒറ്റ ഓവറിൽ സയിം അയ്യൂബിനെയും ക്യാപ്റ്റൻ സൽമാൻ ആഘയെയും പുറത്താക്കി ബുംറ പാകിസ്ഥാന്റെ പകുതി പ്രതീക്ഷകളും അവിടെ തന്നെ അവസാനിപ്പിച്ചു. ഒരു ഘട്ടത്തിൽ 13 റൺസിന് 3 വിക്കറ്റ് എന്ന ദയനീയ അവസ്ഥയിലായിരുന്നു അവർ. അതിനു പിന്നാലെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഹീറോ ആയ ബാബർ അസമിനെ വെറും 5 റൺസിന് ക്ലീൻ ബൌൾഡാക്കി അക്സർ പട്ടേൽ അവരുടെ നെഞ്ചത്ത് അവസാനത്തെ ആണിയും അടിച്ചു. ബാബർ ഔട്ടായ ആ നിമിഷം പാക് ആരാധകരുടെ ഹൃദയം പൂർണ്ണമായും തകർന്നുപോയി. 44 റൺസ് എടുത്ത ഉസ്മാൻ ഖാൻ പൊരുതി നോക്കിയെങ്കിലും മറുവശത്ത് വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ പാക് പട വെറും 111 റൺസിന് കൂടാരം കയറി. മത്സരം അവസാനിച്ച ഉടനെ പാകിസ്ഥാന്റെ തെരുവുകളിൽ അക്ഷരാർത്ഥത്തിൽ മരവിപ്പായിരുന്നു. ടിവികൾ തല്ലിപ്പൊട്ടിക്കുന്നതിനൊപ്പം ആരാധകർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വന്തം ടീമിനെ ശപിക്കുകയാണ്. വൈറലായ ഒരു വീഡിയോയിൽ പ്രായമായ ഒരു പാക് ആരാധകൻ കരഞ്ഞുകൊണ്ട് പറയുന്നത് കോടിക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷകൾ തകർത്ത ഈ കളിക്കാർക്ക് നാണം തോന്നണം എന്നാണ്. ഇഷാൻ കിഷൻ ഒരു ചെറിയ പയ്യനാണ്, എന്നിട്ടും അവൻ നമ്മുടെ വേൾഡ് ക്ലാസ് ബൌളർമാരെ അടിച്ചൊതുക്കി എന്നവൻ വിലപിക്കുന്നു. ഇന്ത്യൻ യുവനിരയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ വെറും ഒരു ക്ലബ് ടീമിനെ പോലെയാണ് കളിക്കുന്നതെന്ന് അവർ സമ്മതിക്കുന്നു. ഇഷാൻ കിഷൻ, തിലക് വർമ്മ, റിങ്കു സിംഗ് തുടങ്ങിയ യുവതാരങ്ങളുടെ ആ വലിയ പടയെ നേരിടാൻ പാകിസ്ഥാന് നിലവിൽ കഴിയില്ലെന്ന് പലരും തുറന്നു പറഞ്ഞു. ഈ നാണംകെട്ട തോൽവിക്ക് ശേഷം പാക് താരങ്ങളും മാനസികമായി പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പുറത്തുവന്ന ചിത്രങ്ങളിൽ ബാബർ അസമും ഷഹീൻ അഫ്രീദിയും തല കുനിച്ചിരിക്കുന്നതാണ് കാണാനാകുന്നത്. രാജ്യത്ത് നിലനിൽക്കുന്ന ഭയാനകമായ സാഹചര്യങ്ങൾ കാരണം വിമാനത്താവളത്തിലോ സ്വന്തം വീടുകൾക്ക് നേരെയോ ആക്രമണം ഉണ്ടായേക്കാമെന്ന് ഭയന്ന് പല കളിക്കാർക്കും പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ തന്നെ ഭയമാണ്. മത്സരത്തിന് ശേഷം പാക് ക്യാപ്റ്റൻ സൽമാൻ ആഘയും പരാജയം സമ്മതിച്ചു. ഇഷാന്റെ ബാറ്റിംഗും ഇന്ത്യൻ ബൌളർമാരുമാണ് തങ്ങളെ മത്സരത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ ചരിത്ര വിജയത്തോടെ ഇന്ത്യ തലയുയർത്തി സൂപ്പർ 8ലേക്ക് പ്രവേശിച്ചപ്പോൾ ടൂർണമെന്റിൽ നിന്ന് പുറത്താകലിന്റെ വക്കിലായ പാകിസ്ഥാൻ പോയിന്റ് പട്ടികയിൽ അമേരിക്ക പോലുള്ള നൂതന ടീമുകൾക്കും താഴെയാണ്. നമീബിയയെയും അമേരിക്കയെയും പേടിക്കുന്ന ഈ ടീം എങ്ങനെ ഇന്ത്യയെ തോൽപ്പിക്കാനാണെന്ന് ചോദിച്ച് ലോകം മുഴുവൻ അവരെ നോക്കി ചിരിക്കുകയാണ്. അമിത് ഷാ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയവും കായിക രംഗത്തെ പ്രമുഖരും ഇന്ത്യയുടെ ഈ ഗംഭീര വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ട് പാകിസ്ഥാനെ പരിഹസിച്ചു. മൈതാനം മാറിയാലും തീയതി മാറിയാലും ഫലം എപ്പോഴും ഒന്ന് തന്നെയാണ് എന്നവർ കുറിച്ചു. സുഹൃത്തുക്കളെ, തോൽക്കുമ്പോൾ ടിവി പൊട്ടിക്കുന്നത് പാകിസ്ഥാനിൽ ഒരു പരമ്പരയായി മാറിയിട്ടുണ്ടെങ്കിലും 61 റൺസിന്റെ ഈ കൂറ്റൻ പരാജയം അവർ കേൾപ്പിച്ച ആഘാതം വളരെ വലുതാണ്. ബുംറയെയും
കോഹ്ലിയെയും ഇഷാൻ കിഷനെയും ഞങ്ങൾക്ക് പേടിയാണ്, ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ എന്ന് പാക് ആരാധകർ കേഴുകയാണ്. ഈ വിജയം തെളിയിക്കുന്നത് മറ്റൊന്നുമല്ല, ക്രിക്കറ്റിലെ യഥാർത്ഥ രാജാക്കന്മാർ അത് ഇന്ത്യയാണെന്ന് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇന്ത്യയുടെ ഈ ഐതിഹാസിക വിജയത്തെക്കുറിച്ചും പാകിസ്ഥാനിലെ ഈ രോഷപ്രകടനങ്ങളെക്കുറിച്ചും നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ മികച്ച ക്യാപ്റ്റൻ ആരാണ്? ഹാർദിക് പാണ്ഡ്യയോ അതോ സൂര്യകുമാർ യാദവോ? ഇഷാൻ കിഷന്റെ ഈ ഗംഭീര ഇന്നിംഗ്സിന് നിങ്ങൾ 10-ൽ എത്ര മാർക്ക് നൽകുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ടീം ഇന്ത്യയെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.